ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സ്നേഹ. അപ്പോൾ അതേ ഇന്ന് ഞാൻ ഓഫീസ് കഴിഞ്ഞിട്ട് ഞാൻ വൈഷ്ണവ് വിചാരിച്ചു നമുക്ക് കൊണ്ടോട്ടിക്കൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോകാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പർച്ചേസിങ്ങും കുറച്ച് വൈകുന്നേരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വേഗം പോകാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു എനിക്കൊരു ട്രൈപോഡ് നോക്കാനുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് നമ്മുടെ റിംഗ് ലൈറ്റ് പ്ലസ് ട്രൈപോഡ് അതാണ് ഉള്ളത്. അപ്പോൾ അതെനിക്ക് നമ്മൾ ഡെയിലി വ്ളോഗ് എടുക്കുന്ന സമയത്ത് അത് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു ട്രൈപോഡ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു കടയിൽ കയറിയിട്ട് ഞാൻ ഇതിൻ്റെ പുറത്തുനിന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞാനൊരു ട്രൈപോഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോയത്. ബട്ട് അത് ഞാൻ ഉദ്ദേശിച്ചായിരുന്നു ട്രൈപോഡ് അല്ലായിരുന്നു, അത് വേറെ എന്തോ ഒരു സ്റ്റാൻഡായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇപ്പോൾ കാണാം. അപ്പോൾ എനിക്കത് അവിടെ നിന്ന് വാങ്ങാൻ പറ്റിയില്ല. പക്ഷേ ഞാനത് നോക്കിയ സമയത്ത് എനിക്ക് കറക്റ്റ് നമ്മുടെ ട്രൈപോഡ് പോലെ തന്നെ ഒരു ഫോൺ ഹോൾഡർ ഇല്ല എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ചോദിച്ചു. അപ്പോൾ ചോദിച്ചു നോക്കിയപ്പോൾ അവർക്കും തന്നെ വലിയൊരു ഐഡിയ ഒന്നും ഇല്ല ട്രൈപോഡിനെ കുറിച്ചിട്ട്. അപ്പോൾ അവർ വേറെ ആർക്കോ വിളിച്ചിട്ട് പറഞ്ഞു ഇത് ട്രൈപോഡ് അല്ലടാ, ഇത് നമ്മുടെ ഇങ്ങനെ എന്തോ ഒരു സ്റ്റാൻഡ് ടൈപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അയ്യോ എനിക്കൊരുമാതിരി, കാരണം എന്താ വെച്ചാൽ ഞാൻ കുറേ 2-3 ആഴ്ചയായി ഞാൻ അവിടെ ഇതിങ്ങനെ കണ്ടിട്ട് വാങ്ങണം എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അവിടെ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എല്ലായിടത്തും ഉണ്ട്. പിന്നെ എനിക്ക് ഇങ്ങനെ കുറേ നടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്, എനിക്ക് മടിയാണ് അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും നമുക്കെന്നാൽ കുറച്ച് മൊബൈൽ ഷോപ്പിൽ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ ഈ ഒരു സാധനമായിരുന്നു അത്. കണ്ട കറക്റ്റ് ട്രൈപോഡിൻ്റെ ആ ലുക്ക് തന്നെ ഉണ്ടല്ലോ. ബട്ട് ഇതൊരു വേറെ എന്തോ ഒരു സ്റ്റാൻഡാണ്. നമ്മൾ ആ ട്രൈപോഡ് എന്നൊന്നും പറയാൻ എനിക്കറിയില്ല ഗൈസ് എന്താ പറയേണ്ടതെന്ന്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാനും വൈഷ്ണയും കൂടെ നടന്നു പോകാണ്ടോ. വൈഷ്ണയാണ് നിങ്ങൾ പറയുന്നത് നമുക്ക് ഓട്ടോയ്ക്ക് പോവാം. ബട്ട് ഞാൻ പറഞ്ഞു നമുക്ക് കാണുന്ന എല്ലാ മൊബൈൽ ഷോപ്പിലും കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളിത് ഒരു 4-5 പട്ടീനെ കണ്ടപ്പോൾ എനിക്ക് പേടിയായി. കാരണം ഇതെങ്ങാനും വയറ്റിലോടിയാണ് നമ്മളാകെ നാണം കെടൂലേ. അങ്ങനെ ഞങ്ങൾ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോയി. എന്നിട്ട് നമ്മൾ വരുന്ന വഴിക്ക് എല്ലാ മൊബൈൽ ഷോപ്പിലും ഞാൻ ചോദിച്ചു കേട്ടോ. ബട്ട് അവിടെ ഒന്നും ട്രൈപോഡ് ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു എന്നാൽ ട്രൈപോഡ് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ കൊണ്ടോട്ടി 1 kg 899 കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ KGക്ക് അനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ ഒരു എന്താ പറയുക, KG കുറഞ്ഞതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 60 രൂപ 40 രൂപ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ കുറേ ഡ്രസ്സൊക്കെ എടുത്ത് കൈ പിടിച്ചു. കാരണം നമുക്ക് ഡ്രസ്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വാങ്ങാമെന്നുള്ള രീതിയിൽ. പിന്നെ അത് മാത്രമല്ല നല്ല വെയിറ്റുള്ള ഡ്രസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല റേറ്റും കൊടുക്കണം. വെയിറ്റ് കുറഞ്ഞ ഡ്രസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചീപ്പ് റേറ്റ് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ കുറേ ഡ്രസ്സ് ഞാനിങ്ങനെ എടുത്ത് നോക്കി. അവിടെ കളക്ഷൻ കുറേ ഉണ്ടെങ്കിലും നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ ഒരു ടൈപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും വൈഷ്ണയും തന്നെ കുറേ ഇങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ കുറച്ചെണ്ണമൊക്കെ സെലക്ട് ചെയ്ത് വെച്ചത്. അങ്ങനെ ഞാനൊരു 4 എണ്ണമാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ എനിക്ക് 4 എണ്ണം ഞാൻ ഇഷ്ടപ്പെട്ടിട്ടല്ല കേട്ടോ ഞാനത് സെലക്ട് ചെയ്തത്. കാരണം അവിടെ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടത് വളരെ കുറവായിരുന്നു. സത്യം പറഞ്ഞാൽ കളക്ഷൻസ് ഉണ്ട്, ബട്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഇഷ്ടപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ വെയിറ്റും ഗൈസ്. അപ്പോൾ നമ്മൾ നല്ല ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഒന്നെടുത്തത് ഇതായിരുന്നു സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. രണ്ടാമത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതായിരുന്നു. ഇതെനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി കുത്തെടുക്കലുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സെലക്ട് ചെയ്തത് ഈ ഒരു ടോപ്പായിരുന്നു കേട്ടോ. ഈ ഒരു ടോപ്പാണ് ഞാൻ എടുത്തത്. നമുക്ക് വീട്ടിലും വീഡിയോയ്ക്കൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇതാണ് ഞാൻ എടുത്തത്. അങ്ങനെ തൂക്കി നോക്കിയ സമയത്ത് ഇതും നമ്മൾ ഇതിന് തൊട്ട് മുന്നേ കാണിച്ച ഡ്രസ്സും കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 200 സംതിങ് വരുന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ ആ വൈറ്റ് മാത്രം എടുത്തു. വൈറ്റിന് 63 67 അങ്ങനെ എന്തോ ആണ് കേട്ടോ. 60 രൂപയ്ക്ക് അവർ തന്നു. അങ്ങനെ പിന്നെ ആ ടോപ്പ് എടുത്തു കേട്ടോ. നമ്മൾ വിചാരിച്ചത്രയൊന്നും എടുക്കാൻ പറ്റിയില്ല. വൈഷ്ണയാണെന്നുണ്ടെങ്കിൽ 3-4 ടോപ്പാണ് തോന്നുന്നു അവൾ അങ്ങനെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ട്രൈപോഡ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിലെത്തിയിട്ട് ഞാൻ സ്റ്റാൻഡിലുള്ള എല്ലാ മൊബൈൽ ഷോപ്പിലും ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. കാരണം എനിക്കത് കിട്ടുക തന്നെ വേണം. കാരണം നമ്മൾ കുറച്ച് മുന്നേ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു
3 ഡേ മോർണിംഗ് റൂട്ടീൻ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട്, മോർണിംഗ് റൂട്ടീൻ അല്ല, നമ്മളൊരു ഡേ റൂട്ടീൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എടുക്കണമെന്ന് കറക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ട്രൈപോഡ് ഭയങ്കര അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ 2-3 ഷോപ്പിൽ പോയിട്ട് കിട്ടില്ല. അതെ, ഈ ഒരു ഷോപ്പിൽ പോയപ്പം ഈ ഒരു ട്രൈപോഡ് കിട്ടി. ബട്ട് എൻ്റെ ഫോൺ അതിൽ വെച്ചിട്ട് താഴേക്ക് ഇങ്ങനെ ലൂസായിട്ട് പോരുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ഷോപ്പിലും കൂടെ കയറി. അവിടെ നമ്മൾ കുറച്ച് ടൈമൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ട്രൈപോഡ് ഇവിടെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫ്ലെക്സിബിൾ ആവും വേണം. നോർമൽ ട്രൈപോഡ് ചില ഷോപ്പിലൊക്കെ ഉണ്ട്, ബട്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇല്ല. അങ്ങനെ ഉള്ളത് കിട്ടിയിട്ടേ എനിക്ക് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അതെനിക്ക് അവിടെ നിന്നും കിട്ടിയില്ല. പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് കീശ്ശേരി ഒരു ഷോപ്പിൽ പോയിട്ട് നോക്കി. കീശ്ശേരി 2 ഷോപ്പിൽ പോയിട്ട് നമ്മൾ നോക്കി, അവിടെ ഒന്നും കിട്ടിയില്ല. പിന്നെ ഒരു ഷോപ്പിൽ പോയപ്പോൾ എൻ്റെ അടുത്തൊരു മിനി ട്രൈപോഡ് ഉണ്ടായിരുന്നു. അതിന് എനിക്കൊരു ഫോൺ ഹോൾഡർ അത്യാവശ്യമായിരുന്നു. അപ്പോൾ അത് ഞാൻ എന്തായാലും വാങ്ങി. അതെങ്കിലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ അത് വാങ്ങിയിട്ട് ഞാൻ നേരെ വീട്ടിൽ പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഡേ റൂട്ടീൻ ഞാൻ വിചാരിക്കുന്ന നാളെ മുതൽ ചെയ്യണം എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ.